പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ ആരാധന. ഞാൻ പല ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പല ധ്യാനങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാമെന്നതിനെപ്പറ്റി ഇങ്ങനെ കുലങ്കുഷമായി ചിന്തിച്ച് അതിനുവേണ്ടി മാത്രം സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിന്തയിൽ നിന്നും മാറി നമുക്ക് യേശുവിനോട് ചേർന്ന് നിന്നാൽ മതി. പാപത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. യേശു തന്നെ നമ്മൾ പ്രവർത്തിച്ച് നമ്മളിലുള്ള അന്ധകാരത്തെ മാറ്റിയെടുക്കും എന്നൊരു പുതിയ ഉൾക്കാഴ്ച എനിക്ക് കിട്ടാൻ സാധിച്ചു. അതുപോലെ തന്നെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം, ഉപമകളുടെ അർത്ഥം തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതൊരു പുതിയ അറിവാണ്. മറ്റുള്ളവർക്കല്ല, പുറത്ത് നിൽക്കുന്നവർക്കല്ല, ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ശിഷ്യനായി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നുള്ള ബോധ്യം കിട്ടി. അതോടൊപ്പം ഒരു സംശയവും അതിൻ്റെ മർക്കോസ് 4:10 രണ്ടാമത്തെ ഭാഗത്ത് കിടക്കുന്നത്, എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തത്? ഈശോ എല്ലാവരുടെയും രക്ഷയല്ലേ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു സംശയവും എനിക്കുണ്ട്. ആ സംശയം നിവാരണം വന്നിട്ടില്ല എന്നുകൊണ്ട് അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതിനുത്തരം 2 ദിവസം കഴിയുമ്പോൾ പറയാതെ പറഞ്ഞേക്കണേ. നിങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ പ്രാർത്ഥിച്ചോളൂ. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് അതിന് ഉത്തരം കിട്ടും. പറയാം. അടുത്ത ആൾ